ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലല്ലേ. അപ്പം ഞാനും കുറച്ച് തിരക്കിലാണ്. ഇന്ന് സ്റ്റാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. കുറച്ച് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല നീട്ടത്തിലുള്ള വാൽ നക്ഷത്രം, 5 വാലുള്ളത്, 7 വാലുള്ളത്, വാലില്ലാത്ത നക്ഷത്രം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വാൽ നക്ഷത്രം. ഇത് നമുക്ക് ബാലൻസ് വരുന്ന പേപ്പർ ഒറ്റ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 കളറും കൂടെ ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയല്ല കേട്ടോ, ഇനിയും ഉണ്ട്. നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റാറുകൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഈ വലിയ സ്റ്റാറുകൾ ചെയ്യുന്നതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് വരുന്ന പേപ്പർ കൊണ്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകളും ചെയ്യാം. അങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രീയും നമ്മളെ വീടൊരുക്കാനും നമുക്ക് തന്നെ ഇതുപോലെ നിറച്ച് സ്റ്റാറുകൾ ചെയ്യാം. അപ്പം ഞാനിന്ന് ഇത് തീർന്നില്ല, ഇനിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത്. കട്ടിയുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ ഒത്തിരി കട്ടിയുള്ള പേപ്പറല്ല. ഞാനിപ്പോൾ ഇവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചാർട്ട് പേപ്പറിനെ ഞാനിങ്ങനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട ശേഷമാണ് ഒരു 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും കൊടുത്തിട്ടാണ് ഇതിനെ ഒന്ന് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 4ആയിട്ട് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് 10 ഇഞ്ച് വീതി കിട്ടും. ആ 10 ഇഞ്ച് വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 10 ഇഞ്ച് നീളം കൂടെ കൊടുത്തിട്ടാണ് ഞാനിതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഓരോ പേപ്പറായിട്ട് 10 ഇഞ്ച് നീളവും വീതി അളന്ന് കട്ട് ചെയ്യണം. ഇതാ ഇങ്ങനെ കോണായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ബാലൻസ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നല്ലോ, ആ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത പേപ്പർ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു സ്ക്വയറായി. ഇതിന് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണല്ലോ, അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് 4 പീസ് നമുക്ക് കിട്ടും. ഇനി ഒരു പീസ് കൂടെ വേണം. 5 വാലുള്ള സ്റ്റാറാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് കൂടെ വേണം. വേറൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതേ കണക്കിന് 10 ഇഞ്ച് നീളവും വീതിയിലുമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 4ആയിട്ട് ഒന്നിച്ച് വെച്ച് മടക്കി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു ചാർട്ട് പേപ്പറിൽ 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും മാർക്ക് ചെയ്ത ശേഷം നമുക്ക് 5 പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നേരത്തെ 4 പീസ് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് ഇത് ഒരെണ്ണം കൂടെ ആകുമ്പോൾ എനിക്ക് 5 പീസായിട്ട് കിട്ടും. ഇപ്പോൾ 5 പീസും സെയിം ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് എടുത്ത് ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇനി ഇതിനെ ഒന്ന് നിവർത്തി ഒന്നുകൂടെ മടക്കി കൊടുക്കണം. ഇതാ ഈ കോണിലൊന്ന് ഈ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് പിടിച്ച് കണ്ടു. ഇങ്ങനെ മടക്കുമ്പോൾ ഇതാ ഈ മടക്ക് വന്നിട്ടുണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ മടക്കിയത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മാറ്റി അകത്തോട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് കണ്ടോ. ഇങ്ങനെ മടക്കി. ഇനി ഇപ്പുറത്തെ സൈഡ് ഇതും തിരിച്ചിങ്ങോട്ട് മടക്കണം. കറക്റ്റായിട്ട് ഈ കോണ് കറക്റ്റായിരിക്കണം. ഈ മടക്കിയത് നമ്മൾ ഫസ്റ്റ് ഒരു മടക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലെവലിൽ സെൻറ്റർ ഭാഗത്തായിരിക്കണം. കണ്ടില്ലേ, ഇതേ കണക്കിനാണ് നമുക്ക് മടക്കി വയ്ക്കാനുള്ളത്. ഇതാ ഇങ്ങനെ കണ്ടോ, ആദ്യം മടക്കിയത് അകത്തോട്ടാണ്, അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറ്റി മടക്കുന്നത്. ഇനി നമുക്ക് ഈ എൻ്റെ ഭാഗത്തൊന്ന് ഒരു സൈഡിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ അകത്തോട്ട് കൂടുതലിട്ട് മടക്കിയ പാർട്ടിലാണ് ഈ ഗം അപ്ലൈ ചെയ്ത് ഇതാ ഇതിനെ ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം അതിൻ്റെ പുറത്തൂടെ ഈ സൈഡ് ഇങ്ങനെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അകവശത്ത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല കേട്ടോ. അകവശത്ത് ഗം ആവാൻ പാടില്ല. പുറത്തിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ തന്നെ എല്ലാ പീസും 5 പീസും ഞാൻ ചെയ്തെടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇപ്പം മടക്കി കൊടുത്തില്ല, അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴ്ത്തി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ ഭാഗം തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ കോണ്, ഈ 2 കോണിലോട്ടും ഈ 2.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. 2 സൈഡും ഇതേ കണക്കിനൊന്ന് വരച്ചു കൊടുക്കണം. ഒരേ ലെവലായിരിക്കണം, കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കി വരുമ്പോൾ ഷേപ്പ് കിട്ടത്തില്ല. ഇനി കട്ട് ചെയ്തെടുത്താൽ മതി. ഈ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തൂടെ കട്ട് കൊടുത്താൽ മതി. 5 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, അവിടെ നിന്ന് ബാലൻസ് ഇതേ കണക്കിന് കിട്ടും. ഈ കിട്ടുന്ന ഈ പീസ് നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ സെയിം ആയിരിക്കണം വീതിയും നീളവും സെയിം ആക്കിക്കൊണ്ട് നമ്മളൊരു സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞ് സ്റ്റാർ ഇതിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേ കണക്കിനൊന്ന് കറക്റ്റ് ലെവലാക്കി ഞാനിപ്പോൾ വെറുതെ കാണിച്ചു തരുവാണേ. ആക്കിയ ശേഷം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് കോണാക്കി മടക്കി
കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ നമുക്ക് പുൽക്കൂടൊരുക്കാനൊക്കെ ആയിട്ട് നിറച്ച് സ്റ്റാർ കിട്ടും. ഇതും വേസ്റ്റ് പോകുന്ന പീസല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ 5 പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ലെവലായിരിക്കണം. നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ 5 പീസും ഒരേ ലെവലായിരിക്കണം. അത് കഴിഞ്ഞ് ഞാനിതാ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഈ ഒരു കോണുണ്ടല്ലോ, ഈ കോണ് ഈ സെൻറ്റർ ഭാഗമാണ്. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ട് ഇതാ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് താഴ്ത്തിയാണ് കട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതാ ഇങ്ങനെയാണ് കട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കോണിലൊന്ന് 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 കോണിലും ഈ 1/2 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് 2 കോണൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതാ ഇങ്ങനെ 2 കോണും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതാ ഇങ്ങനെ ഒന്ന് എടുത്ത ശേഷം ഈ ഫസ്റ്റ് കട്ട് കൊടുത്തല്ലേ സെൻറ്റർ ഭാഗത്ത് 1/2 ഇഞ്ച്, അവിടെ നിന്ന് സ്കെയിലിതായി കോണിലോട്ട് ഇങ്ങനെ വെച്ച ശേഷം ഈ കട്ട് ചെയ്ത് മാറ്റിയ ആ കണക്കിനാണ് ഇതാ ഇങ്ങനെ സ്കെയിൽ വയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്കത് പേപ്പർ വളഞ്ഞ് കിട്ടാനാണ്. കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്കെയിൽ ഇങ്ങനെ വെച്ചത്. 2 സൈഡും നമുക്ക് വളച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ വളച്ച് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. കണ്ടോ, ബാക്ക് സൈഡിലല്ല ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ഞാനിപ്പോൾ വളച്ചു കൊടുത്തത്. അങ്ങനെ വളച്ചു വയ്ക്കുമ്പോൾ നമുക്കത് ഇവിടെ ഒരു വി ആയിട്ട് കിട്ടും. കണ്ടോ, ഇങ്ങനെ ഒരു വി ആയിട്ട് നിൽക്കും. ഇനി ഈ ബാക്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ കോണായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സൈഡിൽ നമുക്ക് വേണ്ട, ഒരു സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് വളച്ച് വിട്ടാൽ മതി. ഈ ഒരു സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. 5 പീസ് ഞാനിവിടെ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് വളച്ച് ഒരു സൈഡ് എക്സ്ട്രാ നിൽക്കുന്ന പാർട്ട് കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട് 5 പീസ്. ഇനി നമുക്ക് പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചിങ് മെഷീൻ 100 രൂപ കണ്ടേ ഉള്ളൂ നമുക്ക് മേടിക്കാനായിട്ടാണെങ്കിൽ. ഒത്തിരി സ്റ്റാറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്ത് ഹോൾ ഇട്ട് കൊടുക്കണം. അതല്ല എങ്കിൽ ഇതാ ഇങ്ങനെ മുട്ടിപ്പിൻ യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ഒരു ആണി ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ആ ഹോളിനകത്തോട്ട് ആണി വെച്ച ശേഷം ഒന്ന് തിരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ നമുക്ക് ഹോള് കിട്ടും. നമുക്ക് കണ്ടോ, ഇതുപോലെയാണ് ആണി കൊടുത്ത് ഹോളിടുമ്പോൾ കിട്ടുന്ന. ഞാനിവിടെ 5 പീസും ഫുള്ള് ഹോളിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മടക്കി വിട്ടല്ലോ, ഇതിനകത്ത് ദാ ഇങ്ങനെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഗം അപ്ലൈ ചെയ്ത ശേഷം അടുത്ത ഒരു പാർട്ട് എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ഇതാ ഈ ഗം തേച്ച പാർട്ട് കണ്ടാവും, ഇതിനതാ ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം അടുത്ത പാർട്ട് എടുക്കുക. അതിന് സെൻറ്റർ ഭാഗത്തായിട്ട് ഈ കട്ട് ചെയ്ത് ഇത് ഈ മടക്കി വിട്ട ഭാഗമാണ്. ഈ പാർട്ട് ഈ കട്ട് ചെയ്ത പാർട്ടാണ് കണ്ടോ. ഈ കട്ട് ചെയ്ത് വിട്ട ഒരു പാർട്ടും ഇതാ ഇങ്ങനെ ഇതിനടിയിലോട്ടൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിനകവശത്തോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടത് ഈ എൻഡ് വരെ ഇങ്ങനെ അകത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഗമ്മൊന്നും കയറി അകവശത്തൊന്നും ഒട്ടാൻ പാടില്ല കേട്ടോ. ദാ ഇങ്ങനെ കിട്ടും കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്കതാ ഇങ്ങനെ കിട്ടും. ഇവിടെയൊക്കെ കണ്ടോ, ഇടയ്ക്ക് ഹോളൊന്നുമില്ല, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാർട്ടും ഇതേ കണക്കിന് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് 5 പീസും ഇതേ കണക്കിനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ. ഈ സെൻറ്റർ ഭാഗം കണ്ടോ, അതാ ഇങ്ങനെ ഒന്ന് വെച്ചങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതാ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഒരു പണി കൂടെ ഉണ്ട്. നിവർത്തിയെടുക്കും മുന്നേ ഈ ഒരു സൈഡിൽ ഒരു പാർട്ടിൻ്റെ ഈ സൈഡ് കണ്ടോ, ഇങ്ങനെ വളച്ച് മടക്കി വിട്ടത് ഇവിടെയുണ്ട്. അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഒട്ടിക്കാനില്ലാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യമല്ല. ഇനി ഇതാ 2 സൈഡിൽ കയറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പീസ് എടുത്തൊന്ന് ഗം അപ്ലൈ ചെയ്ത് ഈ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ അതിനടി വെച്ചത് ഇതുപോലെ ഒന്ന് 2 സൈഡ് ഒട്ടിച്ചെടുത്താൽ മതി. 2 സൈഡ് ഒട്ടിച്ച ശേഷം 2 സ്റ്റിക്ക് എടുക്കുക, ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുക്കുക. അതിലോട്ട് ഒരു ചരട് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി ഓരോ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ 2 കോണിലും സെൻറ്റർ ഭാഗത്തായിട്ട് 2 സൈഡ് ഓരോ ഹോളിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി നിവർത്തിയെടുത്താൽ മതി. കണ്ടോ, നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയായി.
ഇനി വാൽ നക്ഷത്രത്തിന് വേണ്ടി ദാ സെയിം അളവിൽ തന്നെ 1.5 ഇഞ്ച് നീളവും വീതിയും കൊടുത്ത് ഞാനിവിടെ 6 പീസ് എടുത്തിട്ടുണ്ട്. 7 പാർട്ടുള്ളതാണ് കേട്ടോ വാൽ നക്ഷത്രം ചെയ്യുന്ന. ഈ ഒരു സ്ക്വയർ കുറച്ച് വലുതാണ്, 15 ഇഞ്ച് നീളവും വീതിയും ഉണ്ട്. 15 ഇഞ്ച് നീളവും വീതിയും കൊടുത്തിട്ട് ദാ ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചല്ലോ സെയിം അളവിൽ, അതൊന്ന് ദാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ കറക്റ്റ് അളവ് നോക്കണം. ഈ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച ശേഷമാണ് ഇതേ കണക്കിന് കണ്ടോ സെയിം ലെവൽ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിവിടെ മടക്കണമല്ലോ. പിന്നെ ഈ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് നമുക്ക് ഈ കോണിലോട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഇതാ ഇങ്ങനെ കണ്ടോ ഈ സ്റ്റാർ ഇതാ ഇതുപോലെ എടുത്ത് വെച്ച് നമുക്ക് ഈ ലെവലിലാണല്ലോ, ഇതാ ഇങ്ങനെ ഒന്ന് കോണിലൊന്ന് വരച്ചു കൊടുത്താൽ മതി. വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്തൂടെ വന്ന് അതും കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിന് കുറച്ച് നീളം കൂടുതലെന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചല്ലോ 6 പാർട്ട്, അതേ കണക്കിന് തന്നെ ഇതൊന്ന് മടക്കി കൊടുക്കണം. കണ്ടോ ദാ ഇതുപോലെ ഒന്ന് അകത്തോട്ട് കയറ്റി ഒന്ന് മടക്കി ഈ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി. ഇനി കറക്റ്റ് ലെവലാക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്ത് വെച്ച ഈ ഒരു പാർട്ട് ദാ ലെവൽ നോക്കി സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ നോക്കി പെൻസിൽ കൊണ്ട് ഇതുപോലെ ഞാനൊന്ന് വരച്ചു കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അതും ഇതേ കണക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ വാൽ നക്ഷത്രത്തിൻ്റെ വാല് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഒട്ടിച്ച് സ്റ്റാർ റെഡിയാക്കി എടുത്താൽ മതി. ഇതേ കണക്കിന് നമുക്ക് 5 വാലുള്ളതും 7 വാലുള്ളതും അതുപോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള പല സ്റ്റാറുകളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.